അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിൽ പോയി ഉറക്കത്തില് ആ സമയത്തതാ സമയത്ത് സൗത ഖാരിഇൻ യഖറഊ, സ്വർഗ്ഗത്തിൽ നിന്ന് ആരോ ഖുർആൻ ഓതുന്നു. അല്ലാഹ് എത്ര ഭാഗ്യം ചെന്നവനാ ഹബീബ്. ഇവിടെ നിന്ന് സ്വപ്നയാത്രയിൽ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ആ സ്വർഗ്ഗത്തിനകത്തിരുന്ന് ആരോ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, ഞാൻ ചോദിച്ചു മലായികത്തുകളോട്, മൻഹാദാ, ആരാണ് അതിനകത്തിരുന്ന് ഖുർആൻ ഓതുന്നതെന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു. എന്നെ കൊണ്ടുപോകുന്ന മലായികത്തുകളോട് സാധാരണ യാത്രയിലെ സഹയാത്രികൾ ജിബ്രീലും മീകായിലുമാണ്. വലത്ത് ജിബ്രീലുണ്ട്, ഇടത്ത് മീകായിലുണ്ട്. എപ്പോഴും റസൂലുള്ളാഹിന്റെ യാത്ര ആകാശത്തിലാകുമ്പോ വലത്ത് ജിബ്രീലും ഇടത്ത് മീകായില്, ഭൂമിയിലാകുമ്പോ വലത്ത് അബൂബക്കർ ഇടത്ത് ഉമർ റളിയല്ലാഹു അൻഹുമാ. എപ്പോഴും റസൂലുള്ള പോകുന്നത് അങ്ങനെയാ. ഒറ്റയ്ക്ക് റസൂലുള്ള പോകൂല. എവിടെ പോയാലും വലത്ത് അബൂബക്കർ സിദ്ദീഖ്, ഇടത്ത് ഉമർ ഫാറൂഖ്. ആകാശയാത്രയാകുമ്പോ വലത്ത് ജിബ്രീൽ, ഇടത്ത് മീകായില്. അങ്ങനെ യാത്ര പോയി ജിബ്രീലിനോട് ചോദിച്ചു, മൻഹാദാ, ഇരുന്ന് ഖുർആൻ ഓതുന്നതാരാ? അവര് പറഞ്ഞു, ഹാരിസത്ത് ബിൻ നുഅ്മാൻ. അദ്ദേഹം ഹാരിസത്ത് ബിൻ നുഅ്മാനാ, ഒരു സഹാബിയാണ്. ചെറിയ സഹാബിയല്ല. അദ്ദേഹം ആരെന്നറിയോ? ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ. ആണുങ്ങളാണ്, പർവ്വത സമാനമായ ചങ്കൂട്ടത്തിന്റെ പ്രതീകങ്ങളാണ് എന്ന് നമ്മൾ പാടി പുകഴ്ത്തുന്ന ബദരീങ്ങളിൽപ്പെട്ട സഹാബിയ ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഹാരിസത്ത് ബിൻ നുഅ്മാനാണ് നബിയെ ഖുർആൻ ഓതുന്നത്. എവിടെ ഇരുന്ന്? പള്ളിയിലല്ല, സ്വർഗ്ഗത്തിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ ബീവി പറയുകയാ, റസൂലുള്ള പറയുകയാണ്, കദാകൽ ബിർ കദാകൽ ബിർ കദാകൽ ബിർ. അതാണ് ഉമ്മയോടുള്ള ബഹുമാനത്തിന് കിട്ടുന്നത്. അതാണ് ഉമ്മയോട് ഗുണം ചെയ്യുന്നവന് കിട്ടുന്നത്. അതാണ് ഉമ്മയോട് ഗുണം ചെയ്യുന്നവന് കിട്ടുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, കാന അബറന്നാസി ബി ഉമ്മിഹി, ഉമ്മയോട് ഇത്രത്തോളം ഗുണം ചെയ്യുന്ന ഒരു മോനെ ഞാൻ കണ്ടിട്ടില്ല. ഇതാരുടെ കഥയാണ്? നക്ഷത്രതുല്യരായ സഹാബാക്കളിൽ പ്രമുഖനായ മഹാന്മാരായ ബദരീങ്ങളിൽ ഒരാളായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥയാ. അദ്ദേഹം കാന അബറന്നാസി ബി ഉമ്മിഹി, ഉമ്മയോട് ഏറ്റവും നല്ല ഗുണത്തിൽ ഇടപെട്ടിരുന്ന സ്നേഹമുള്ള മോനായിരുന്നത്രേ. അല്ലാഹു കൊടുത്ത സമ്മാനം സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുകയാൻ. തലച്ചിറ പള്ളി കയറി എന്ന് ഖുർആൻ ഓതാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാനൊരു അതിന്റെ ഗൗരവത്തിലെടുക്കുക, അതിന്റെ വ്യാപ്തി പറഞ്ഞതാണ്. കിട്ടിയിട്ടുണ്ടോ? ഇല്ല. മസ്ജിദുൽ ഹറമിൽ പോയാൽ നമുക്കൊന്ന് ഖുർആൻ ഓതാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കഅബാലയത്തിന്റെ അകത്ത് നമുക്കിരുന്ന് ഖുർആൻ ഓതാൻ ഭാഗ്യം കിട്ടിയോ? ഇല്ല. ഇതൊന്നും കിട്ടാത്ത നമുക്ക് സ്വർഗ്ഗത്തിനകത്തിരുന്ന് ഖുർആൻ ഓതിയ ഒരു മകൻ ഉപ്പയോട് കാണിച്ച സ്നേഹത്തിന് അല്ലാഹു കൊടുത്ത സമ്മാനമാണെന്ന് കേൾക്കുമ്പോ നമുക്ക് നിഷ്പ്രയാസം കഅബയുടെ അകത്തിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും, റിയാദുൽ ജന്നയിലിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും, പരിശുദ്ധ ഹറമിനകത്തിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും, കാരണം ഇതൊക്കെ പോലീസ് അങ്ങ് പൂട്ടിയെന്നിരിക്കട്ടെ, തലച്ചിറ പള്ളിയിൽ ഇരുന്ന് ഓതാൻ പറ്റിയില്ല. ഇമാമും കമ്മിറ്റിക്കാരും കൂടെ പൂട്ടി. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ, അങ്ങനെ പൂട്ടൂല. പൂട്ടിയ പള്ളികളുണ്ട് കോവിഡിന്. അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല. ഒരു പള്ളിയിലെ ബോർഡാ, ഇതേതാ? അന്യ മഹല്ല്. കോവിഡിന് എഴുതി വെച്ചിരുന്നതാണ്, അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല. ഇതൊക്കെ എഴുതി വെക്കുമ്പോഴാണ് അള്ളാഹു പണി തന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് പശുവും പാലിന് പണിയരെന്ന് പറഞ്ഞിട്ടില്ലേ? പണി തന്നുകൊണ്ടിരിക്കും. യാചന നിരോധിത മേഖല പള്ളിയിൽ. പണ്ടുള്ളവർ പറയുന്നത് എന്താ? പോയി പള്ളി പറയടാന്നാ. കാരണം എന്താ? പള്ളി സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. മദീനയിലെ കഷ്ടപ്പാടും വിശപ്പും ഉള്ളവൻ പള്ളിയിലാ വരുന്ന. മുളർ ഗോത്രത്തിന്റെ ഒരു സംഘം വന്നപ്പോ നബി തങ്ങൾ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചിട്ട് പിരിച്ചു കൊടുത്തു, പള്ളിക്കകത്ത് പിരിച്ചു കൊടുത്തു. സഹീഹായ ഹദീസ്. മുളർ ഗോത്രത്തിൽപ്പെട്ട പാവങ്ങൾ വന്നപ്പോ നമ്മുടെ പള്ളികൾ എഴുതി വെച്ചിരിക്കുന്നു യാചന നിരോധിത മേഖല. പാവങ്ങൾ പിന്നെ എവിടെ പോവും?
പാവങ്ങളും ഇപ്പൊ ഇങ്ങോട്ടൊന്നപ്പോ ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചു, ബഹ്റൈനിൽ നിന്നാ വിളിച്ചത്. ചിലപ്പോ ആ മൂപ്പര് ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ടാവും. ബഹ്റൈനിൽ നിന്ന് വിളിച്ചു, എന്നോട് ചോദിച്ചു, ഉസ്താദേ ഈ പിന്നെ പെൺകുട്ടിയുടെ കല്യാണത്തിന് വാപ്പമാര് തെണ്ടുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്? ഞാൻ പറഞ്ഞു, മഹലിലെ ഖാദിയോട് ചോദിക്ക്. ഞാൻ പ്രാസംഗികനാണ്, അല്ലാതെ ഫത്വ പറയുന്ന പണ്ഡിതനല്ല. അല്ല, അത് എന്നാലും കേൾക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ അതിനല്ല മരുന്ന് വെക്കേണ്ടത്. മുറിവ് അവിടെയല്ല, മുറിവിൽ കൊണ്ടുവന്ന് മരുന്ന് വെക്ക്. കാല് മുറിയമ്മ തലയിൽ മരുന്ന് വെച്ചാ പൊറുക്കോ? മുറിവിന് മരുന്ന് വെച്ച് കെട്ട്. അതെന്താ? ഇങ്ങനെ കെട്ടാൻ നടക്കുന്ന പയ്യന്മാരെ പിടിച്ചിട്ട് വിലക്കണം, ഇത് മതപരമല്ല, അങ്ങോട്ട് മഹർ കൊടുത്താ കെട്ടേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അതാരാ പറയേണ്ടത്? അടുത്ത ചോദ്യം. അപ്പൊ എനിക്ക് മനസ്സിലായി വശപ്പശകണ്ടെന്ന്. കാരണം ഇത് വരുന്ന വഴി മനസ്സിലായി. നിങ്ങളുടെയൊക്കെ ജോലി എന്തെന്നാണ് ഈ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, മതപണ്ഡിതന്മാര് എത്ര പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സംവദിക്കാനുള്ള സമയമില്ല, ഞാനൊരു സ്ഥലത്ത് വഴലിന് പോവുകയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഉടനെ വാട്സപ്പിൽ മെസ്സേജ്, എന്റെ എല്ലാം കൂടെ ഉള്ള ആളിന്റെ. ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു മസലയാണ്, അത് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് സ്റ്റേജ് കിട്ടുന്നുണ്ടാവും, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കിട്ടുന്നുണ്ടാവും, നിങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ പൊക്കിയോളി, എനിക്ക് അത്രയും തരാനില്ല, അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണ്ട എന്നൊക്കെ വെച്ചിട്ട്, എന്നിട്ട് വേണ്ട വേറെ ജോലിക്കൊന്നും പോയിക്കൂടെ? ഇതിങ്ങനെ ഇരിക്കെ ചൊറിഞ്ഞുകൊണ്ട് ഈ ചിലർക്ക് JCBയുടെ പല്ല് ഇതുണ്ടല്ലോ, JCBയുടെ കൈ കൊണ്ട് ചൊറിഞ്ഞു കൊടുത്താൽ പോലെ ഈ നാക്കിന്റെ കടി മാറാത്ത ചില ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്കിത് ഏത് കൗമാന്ന് മനസ്സിലായി, ഇത് ഏത് വകുപ്പിൽപ്പെട്ട ആളാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അതിനൊന്നും മറുപടി കൊടുക്കാൻ നിന്നില്ല, അതങ്ങനെ അങ്ങ് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, വിശുദ്ധമായ സ്വർഗലോകത്തിന്റെ അനുഗ്രഹീതമായ അതിന്റെ ഉള്ളറകളിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഒരു പ്രിയപ്പെട്ട മകനെ സമ്മാനിച്ചത് ഉമ്മയോടുള്ള ബഹുമാനത്തിന്റെ പേരിലാണ് എങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമാകേണ്ടത് ആ കാര്യമാണ്. അത്രയും വലിയ സ്നേഹനിധിയായ ഉമ്മയെ നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി നമ്മൾ നോക്കണം. മരണപ്പെട്ട ഉമ്മമാർക്ക് ഇനി എന്താ, വാപ്പയുമ്മയും മരിച്ചു സാറേ, ഇനിയിപ്പോ എന്താ ചെയ്യാ, പള്ളിക്കാട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വിഷമിക്കണ്ട, അതിനുള്ള കാരണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഇൻഷാ അല്ലാഹ് അവസാനം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്ന വിഷയം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാചന നിരോധിത മേഖലയും എഴുതി വെച്ചു. അവസാനം അവിടെ നിന്ന് പള്ളികളിൽ നിന്ന് കളക്ഷന് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി പള്ളികളിൽ. ഇത് പൊതുവഴിയല്ല എന്ന് എഴുതി വെച്ചു. ആ പൊതുവഴിയല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നതിലൂടെ ആളുകൾ പൊതുജനങ്ങൾക്കകത്ത് കയറിയിട്ട് വലിയ വലിയ പാത്രങ്ങൾ എടുത്തിരുത്തിയിട്ട് തുഴഞ്ഞു കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാക്കി പ്രളയത്തിലെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മയെ സ്നേഹത്തോടെ പൊന്നുപോലെ നോക്കിക്കോളി. അള്ളാഹു നമുക്കതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു തരും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹ് തരുമെന്ന് പറയുമ്പോൾ വെറുതെ അല്ല. നിങ്ങൾക്കറിയണോ, നമുക്കിപ്പോ ഒരു വാതിൽ തുറന്നു കിട്ടിയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ വേറെ ഒന്നുകൊണ്ട് പറഞ്ഞില്ല, അബൂബക്കർ സാഹിബിനെ ഞാൻ ഈ അടുത്ത സമയത്താ പരിചയപ്പെടുന്നത്. അപ്പോ ഞാൻ മൂപ്പരുടെ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി. അപ്പൊ ഞാൻ തലച്ചിറയിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ മൂപ്പരുടെ വീട് എവിടെയാണ്? അപ്പൊ ഞാനും കുറച്ച് ഉസ്താദന്മാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, എന്തെങ്കിലും പള്ളിക്കോ അല്ലെങ്കിൽ യതീംഖാനയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാകണം. അപ്പൊ വീട് പറഞ്ഞു തന്നു, അവിടെ ഇന്ന സ്ഥലത്താണ്. മൂപ്പരുടെ വീടിന്റെ വാതില് ആ പുതിയ വീടിന്റെ ആ ഭാഗം അടച്ചിട്ടിരുന്നു. അപ്പൊ നമ്മൾ കരുതി ഉണ്ടാവൂല. അപ്പുറത്ത് ചെന്നപ്പോ തുറന്നു കിടക്കുന്നു. അപ്പൊ മൂപ്പർ അവിടെ നടക്കുകയാണ്. അപ്പൊ മൂപ്പരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യത്തിന് വന്നപ്പോ വാതില് തുറന്നു കിടക്കുമ്പോ നമുക്ക് എന്താണ്, അതിനൊരു സന്തോഷമുണ്ട്. ഇത് പൈസയുടെ വിഷയം ഞാൻ ഉദാഹരണം പറഞ്ഞത് കണക്കൂട്ടണ്ട നിങ്ങൾ. ചില ആളുകൾ ചോദിക്കുന്നു, ഈ പണക്കാരന്റെ വീട്ടുമുറ്റത്ത് എപ്പോഴും മുസ്ലിയാക്കന്മാരെ കാണാം, എന്ന ഒരു മൊയ്ലിയാരെ വീട്ടിന്റെ മുമ്പിൽ പണക്കാരനുണ്ടോ എന്നൊരാൾ ചോദിച്ചു. അപ്പൊ അതിന് മറുപടി കൊടുത്ത എന്താണെന്നറിയോ, പണക്കാരന്മാർക്ക് ഇൽമിന്റെ മഹത്വം അറിയില്ല, പക്ഷെ പണ്ഡിതന്മാർക്ക് പണത്തിന്റെ മൂല്യം അറിയാം. അതുകൊണ്ടാണ്. പക്ഷെ ഈ പണക്കാരനെ എല്ലാരും അറിയാം. ഞാനിപ്പോ ഒരു യാത്രയിൽ കടലുണ്ടി തങ്ങളെ കണ്ടപ്പോ എന്റെ ചങ്കാണ് അബൂബക്കർ ജീലാനി. കടലുണ്ടി തങ്ങളെ പറഞ്ഞത്.
അപ്പൊ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നിങ്ങൾ ആരും കരുതണ്ട മൂപ്പര മൗലിദ് ഇങ്ങനെ പാടിയിട്ട് പോക്കറ്റ് മാറ്റോണ്ട് പോകാനാണ്. ഞാൻ വാങ്ങയില്ല, തരയില്ല, കൊടുക്കുകയും വേണ്ട. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോ നമ്മുടെ മുന്നിൽ അതിന്റെ വാതിൽ തുറന്നു കിടന്നാൽ നമ്മൾ എത്ര സന്തോഷവാന്മാരാണ്. എന്നാ സ്വർഗത്തിലേക്ക് നമ്മൾ പോകാനല്ലേ എല്ലാം ചെയ്യുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണ്? ഈ കമ്മിറ്റിക്കാർ നിങ്ങളെ മഹല്ലിൽ നിന്ന് പുറത്താക്കുവോ? വഴലിന് വന്നില്ലെങ്കിൽ എന്നാ പിന്നെ കാരണമല്ല. നിങ്ങൾ ആരെങ്കിലും മഹല്ലിൽ നിന്ന് പുറത്താക്കുവോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് തരുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാ നിങ്ങൾ വന്നത്? ഒറ്റ കാര്യം, അള്ളാഹു എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. ആ പറയുന്ന പൊട്ടന്മാരാണെങ്കിലും പറയുന്ന കാര്യം ഒരു ഉൾക്കൊള്ളാനില്ലെങ്കിലും ചെന്ന് ഇരിക്കുന്നത് റസൂല് പറഞ്ഞ സദസ്സിലാണല്ലോ, അങ്ങനെയെങ്കിലും സ്വർഗം കിട്ടുമല്ലോ. ആ ആഗ്രഹത്തിൽ വന്നിരുന്നവരല്ലേ നിങ്ങൾ. നിങ്ങളുടെ മുന്നിൽ ദിവസവും സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക. അറിയുന്നുണ്ടോ? സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക ഇതാരറിയുന്നുണ്ട്? എപ്പോഴാ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യുസ്ബിഹു, ഏതൊരു മുസ്ലിം പ്രഭാതത്തിലാകുമ്പോൾ വവാലിദാഹു അൻഹു റാളിയാ, മാതാപിതാക്കൾ ആ മകനെ തൊട്ട് സംതൃപ്തനാണോ, മാതാപിതാക്കൾ ആ മോളെ തൊട്ട് സംതൃപ്തനാണോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ കാന ലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ അവന്റെ നേരെ തുറക്കപ്പെടുകയാ. രണ്ടു പേരാണ് മാതാപിതാക്കള്. ഈ മാതാവും പിതാവും ജീവിച്ചിരിക്കുമ്പോൾ നേരം വെളുത്ത് കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമായപ്പോൾ വാപ്പ മോനേന്ന് സ്നേഹത്തോടെ വിളിച്ചു, ഉമ്മ മോളേന്ന് സ്നേഹത്തോടെ വിളിച്ചു. വാപ്പയും ഉമ്മയും നമ്മളിൽ സംതൃപ്തരാണ്, സംപ്രീതരാണ്. ഇത് മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ ഉടനെ ചിന്തിച്ചോ, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളെ സ്നേഹത്തോടെ വിളിച്ച, നമ്മുടെ കാത്ത് നമ്മുടെ വീട്ടിലിരുന്നാൽ, സ്നേഹത്തോടെ ചോറ് വിളമ്പി തന്നാൽ, മോനെ നീ എവിടെയാ പോകുന്നത്, എപ്പോഴാ വരുന്നതെന്ന് സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചാ മനസ്സിലാക്കിക്കോ, മഫ്തൂഹാനി മിനൽ ജന്ന, ആ നിമിഷം രണ്ട് വാതിലുകൾ സ്വർഗത്തിന്റെ അല്ലാഹ് തുറക്കുകയാ. ചിലര് ചിന്തിക്കും വാപ്പ മരിച്ചുപോയി ഉമ്മയെ ഉള്ളോ. ഇത് റസൂലുള്ളാഹിയുടെ സഹാബത്തിനും ഉണ്ടായി. സഹാബാക്കൾ ചോദിച്ചു, നബിയേ ഇനി ഒരാളാണെങ്കിലോ? റസൂലുള്ള പറഞ്ഞു, ഇൻകാന വാഹിദ ഫവാഹിദു, ഒരാളാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഒരു വാതിൽ അല്ലാഹു തുറന്നു തരും. രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോൾ വിലയറിയില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ജീവിച്ചിരിക്കുമ്പോ അവിടെ വിലയറിയില്ലെന്ന്. അത് എന്ത് വിലയാണ്? കണ്ടുകൊണ്ടിരിക്കാനുള്ള പൂതിയല്ല. പിന്നെയോ സ്വർഗത്തിന്റെ രണ്ട് വാതിലുകൾ തുറക്കപ്പെടുകയാ. ഒരാളങ്ങ് മരണപ്പെട്ടു പോയാൽ പിന്നെ ഒരു വാതിലല്ലേ തുറക്കപ്പെടുകയുള്ളൂ. നിങ്ങൾക്കറിയോ, മഹാനായ ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അശ്ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്ന മോനാ, ഉമ്മാക്ക് നന്നായിട്ട് ഖിദ്മത്ത് എടുക്കുന്ന മോനാ. ആ പ്രിയപ്പെട്ട മകന്റെ വീട് രണ്ട് നിലയാണത്രേ. മുകളിലത്തെ നിലയിലേക്ക് ഉമ്മയെ കയറ്റേണ്ട ആവശ്യം വരുമ്പോൾ ആ പ്രിയപ്പെട്ട മകന് തോളപ്പെടുത്ത് ചുമന്നുകൊണ്ടാ മുകളിലേക്ക് പോകുന്നത്. ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മയെ തോളപ്പിരുത്തിയിട്ട് മുകളിലേക്ക് കയറി പോവുകയാ. അങ്ങനെ പോകുമ്പോൾ ഇന്നത്തെ പോലെ നല്ല മാർബിൾ അല്ലല്ലോ, ഗ്രാനൈറ്റ് അല്ലല്ലോ, ഇന്നത്തെ പോലെ ടൈലല്ലല്ലോ, ഇന്ന പോലെ പരവതാനി അല്ലല്ലോ, ഇന്നത്തെ പോലെ മുസല്ല ഇല്ലല്ലോ. അന്ന് പോകുന്ന വഴിയറിയാമല്ലോ, മണല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മണ്ണും വെള്ളവും കൂട്ടിക്കലത്തിയിട്ട് ഈത്തപ്പന ഓലകൾ കൊണ്ടിട്ട് മേൽക്കൂര നിർമ്മിക്കുന്ന വീടുകളാ, തട്ടിമ്പുറങ്ങളാണ്. അങ്ങനെ കയറി പോകുമ്പോൾ പൊടിപടലങ്ങൾ ഉമ്മാന്റെ ദേഹത്ത് പറ്റിയാലോ എന്ന് ചിന്തിച്ചിട്ട് ഉമ്മയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് മകൻ ചെയ്യുന്നത് എന്തെന്നറിയോ? കുറച്ച് വെള്ളം കൊണ്ടുവന്നിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തളിക്കുകയാ. എന്നിട്ട് ഉമ്മാനെ തോളപ്പിരുത്തിയിട്ട് കയറി പോകുന്നു. ചോദിച്ചു, എന്തിനാണ്? എന്റെ ഉമ്മയുടെ മൂക്കിലൂടെ, കണ്ണിലൂടെ, ചെവിയിലൂടെ, വായിലൂടെ പൊടി കയറിയാലോ, അങ്ങനെ പൊടി പുറരാത്ത രീതിയിൽ, പൊടി പറ്റാത്ത നിലയിൽ ഉമ്മയെ നോക്കി വളർത്തിയ പൊന്നുമോനാണ് ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ഉമ്മ അങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയ ഉമ്മാന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് പൊന്നുമോന് ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി.
ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഉമ്മയെ പൊന്നു പോലെ നോക്കിയ മോനല്ലേ, ഉമ്മാന്റെ പൊന്നു മോനല്ലേ, പിന്നെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? കാനൽ ബിർറു ബിഹാ ബാബൻ മിൻ അബ്വാബിൽ ജന്ന. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഗുണം ചെയ്യുന്നത് സ്വർഗ്ഗവാതിൽ ഓപ്പൺ ചെയ്യാനുള്ള, സ്വർഗ്ഗവാതിൽ തുറക്കാനുള്ള കാരണമല്ലേ. ഫലമ്മാ മാതത്ത് ഉഗ്ലിക ദാലികൽ ബാബ്. എന്റെ ഉമ്മ ഇന്ന് മരിച്ചിരിക്കുകയാ, ഇനി ദുനിയാവിൽ വെച്ച് എന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കൂലല്ലോ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കരഞ്ഞു പോയത് എന്ന് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതന്റെ കരച്ചിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. കടപ്പാടും കടമകളും തീരാൻ പറ്റുമോ? ഇല്ല. എത്ര എഴുതിയാലും തീരില്ല, എത്ര പാടിയാലും തീരില്ല, എത്ര പറഞ്ഞാലും തീരില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനില് ഉമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? മഹാനായ അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കലും ഞാൻ അബൂ ദർദാ എന്ന സഹാബിയുടെ അടുത്തിരിക്കുകയാണ്. മഹാനായ അബൂ അബ്ദുറഹ്മാൻ സലമി എന്നയാൾ താബിആണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇരിക്കുമ്പോ ഒരിക്കൽ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് ആ മനുഷ്യൻ അബൂ ദർദാ തങ്ങളോട് പറയുകയാണ്, അബൂ ദർദാ തങ്ങളെ, എന്റെ ഉമ്മയും ഞാനും മാത്രമാണ് വീട്ടിലുള്ളത്. ഉമ്മ എന്നെ നിർബന്ധിച്ചൊരു കല്യാണം കഴിക്കാൻ. ഞാൻ പറഞ്ഞു, വേണ്ട ഉമ്മ, എനിക്ക് എന്റെ ഉമ്മ മാത്രം മതി, സ്നേഹം പകുത്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കെപ്പോഴും എന്റെ ഉമ്മയെ കാണണം, എനിക്കെപ്പോഴും എന്റെ ഉമ്മയോട് കിന്നാരം പറയണം, എനിക്ക് എന്റെ ഉമ്മയ്ക്ക് എപ്പോഴും സേവനം ചെയ്യണം. അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞിരിക്കുമ്പോ ഉമ്മ നിർബന്ധിച്ചു തങ്ങളെ, അബൂ ദർദാ തങ്ങളെ, ഉമ്മയുടെ വാക്ക് കേട്ട് ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ ഉമ്മ എന്നോട് പറയുന്നവളെ മൊഴിച്ചൊല്ലു മോനെ, അവനെ മൊഴിച്ചൊല്ലു മോനെ, കല്യാണം തലാക്ക് ചെല്ലാൻ എന്നോട് പറഞ്ഞിരിക്കുകയാ. ഞാൻ എന്താ വേണ്ടത് അബൂ ദർദാ തങ്ങളെ എന്ന് ചോദിച്ചിട്ട് ഒരാൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു. അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു മാറി നിൽപ്പുണ്ട്. ആ സമയത്ത് അബൂ ദർദാ തങ്ങൾ എന്താണ് പറയുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് കാതുകൂർപ്പിച്ചു നിൽക്കുമ്പോ അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ ദർദാ തങ്ങൾ അയാളോട് പറഞ്ഞത്, ഞാനെന്തു പറയാനാ, നിന്റെ ഉമ്മ നിന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു. എന്നിട്ട് നീ അതിനെ മൊഴിച്ചെല്ലാം പറയുന്നു. നീ എന്ത് വേണമെന്നല്ലേ ചോദിക്കുന്നത്? ഞാൻ എന്ത് പറയാനാ? എന്തായാലും നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എനിക്കാകെ വിഷമമാണ്, സങ്കടമാണ്, ആശങ്കയാണ്. ആ സമയത്ത് അബൂ ദർദാ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഒരു ഹദീസാണ്. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. ഈ ഒരൊറ്റ ഹദീസ് മാത്രം അങ്ങ് പറഞ്ഞു കൊടുത്തു. അൽ വാലിദു, മാതാവും പിതാവും, ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തെ വാതിലാണ്. എന്നിട്ട് അബൂ ദർദാ തങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ ആ വാതിൽ നിലനിർത്തിക്കോ, അല്ലെങ്കിൽ നശിപ്പിച്ചോ, അല്ലെങ്കിൽ നശിപ്പിച്ചോ. രണ്ട് കാര്യം പഠിക്കണം. ഒന്ന്, ഉമ്മ മൊഴി ചൊല്ലാൻ പറഞ്ഞാൽ ആ ഉമ്മ പറയുന്ന വാക്കിനെ വില കൽപ്പിക്കുന്ന മക്കൾ, അതാണ് ബാധ്യത. രണ്ട്, ഉമ്മമാരോട് പറയാനുള്ളത്, കിട്ടിയ അവസരം മുതലാക്കരുത്. പാവപ്പെട്ട മകൻ കല്യാണം കഴിച്ചു വന്ന പെണ്ണിന് കുറവുകൾ ഏറെ ഉണ്ടാവും. നിങ്ങളായിട്ട് അള്ളാന്റെ സിംഹാസനം കുലുങ്ങുന്ന പണി ചെയ്യിപ്പിക്കരുത്. മനസ്സിലായോ? ചില ആളുകൾ പറയില്ലേ, ഭരണം കുലുങ്ങും, ഭരണം വീഴും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ ഭരണം വീഴുള്ളൂ. ഭരണം വീണു എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലെ ഭരണം വീഴൂ. എന്തെല്ലാം വിഷയം കേരളത്തിലുണ്ടായി, എന്തെല്ലാം വിഷയം കേന്ദ്രത്തിലുണ്ടായി, ഒന്നും പറയാനില്ല ഞാൻ പറയണത്. അപ്പൊ അപ്പോഴൊക്കെ എന്ത് സംഭവിച്ചു? ഭരണം വീണോ? ഇല്ല. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുമ്പോഴല്ലേ ഭരണം വീഴുള്ളൂ, കസേര ചലിക്കുള്ളൂ.
എന്നാൽ ഇഹ്തസ്സലഹുൽ അർശ്, അല്ലാഹുവിന്റെ സിംഹാസന കിടുകിടാ വിറയ്ക്കുന്ന ഒരു പ്രവൃത്തി ഏതാണ്? അത്തൊലാഖ്. ഒരാള് തന്റെ ഭാര്യ മുത്തലാഖല്ല. ഇന്നത്തെ ആളുകൾ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? 4 കെട്ട അനുവാദം കൊടുക്കുന്നു മതം എന്നാ പറയുന്നത്. എടാ 4-ലല്ലടാ, ഒരു പെണ്ണ് കെട്ടുന്നതിൽ ഇസ്ലാം നിയമം വെച്ചു. ആഗ്രഹം ഭയങ്കരമാണ് കെട്ടാൻ, കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. എന്നാ എന്താ പറഞ്ഞത്? നീ ഖുർആനും എടുത്തിട്ട് നോമ്പും പിടിച്ച് തലച്ചറ പള്ളിയിൽ പോയിരിക്കാനാ, പെണ്ണ് കെട്ടാൻ നടക്കരുതെന്നാ. നീ നോമ്പും പിടിച്ച് പള്ളിയിൽ പോയി, അത് മതി. ഒരു പെണ്ണ് കെട്ടുന്നതിൽ നിയമം വെച്ചതാണ് ഇസ്ലാം, 4 കെട്ടുന്നതിലല്ല. പിന്നെ പറയുന്ന തൊലാഖ് എന്ന് പറയുന്നത് ആ പദത്തോടുള്ള വെറുപ്പാണ്. ഡിവോഴ്സ്, 3 ഡിവോഴ്സ്. എന്താ പ്രശ്നം? ആർക്കും ഒരു വിഷയമില്ല. 3 വിവാഹമോചനം. എവിടെ പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല. മുത്തലാഖ്, ആകാശം കൊണ്ട് ഇടിഞ്ഞു വീഴുക. അതാ പദത്തിനോടുള്ള വെറുപ്പാണ്. പക്ഷേ തൊലാഖ് ചെല്ലുന്ന ഒരു സന്ദർഭമുണ്ടായാൽ ഒരാളൊരു ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ ഞാൻ ചൊല്ലിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ പദങ്ങൾ സരീഹായോ കിനായത്തായോ സൂചനയായോ വ്യക്തമായോ അവ്യക്തമായോ സ്പഷ്ടമായോ പരോക്ഷമായോ പ്രത്യക്ഷമായോ എന്തെങ്കിലും ഒരു വാചകം ഒരാൾ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആ അർശിങ്ങനെ കിടുകിടാ വിറയ്ക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ അവസരം മുതലെടുക്കരുത്. നിങ്ങളുടെ മകനെ വെറുതെ നിങ്ങൾ നരകത്തിൽ വിടരുത്. നിങ്ങളുടെ മകനെ വെറുതെ പടച്ചവന്റെ കോപത്തിനിരയാക്കരുത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അത്രയും മൂല്യവും അത്രയും വ്യാപ്തിയുമുണ്ട് ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകനെ സ്വാധീനിക്കുന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങോട്ട് കേട്ടോളി. ബക്കറ്റ് എടുക്കാറായ? ഇല്ലല്ല, ബക്കറ്റ് എടുക്കാറായ? ഇല്ല, 1 മണിക്കൂറല്ലേ ആയുള്ളൂ. ഇനി 1 മണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ്. അതിനിടയിൽ ആരും പോകില്ല. അള്ളാഹു കഴിഞ്ഞ ഒരാഴ്ച എന്റെ അടുത്ത് ഇപ്പം മെനിങ്ങാന്ന് EPM വിളിച്ചിട്ട് ചോദിച്ചു, നീ പോകുന്നിടത്തൊക്കെ മഴ. ഞാൻ ചിന്തിക്കുകയും ചെയ്ത കാര്യം. 3 ദിവസം മഴയില്ലായിരുന്നല്ല, 3 ദിവസം മഴയില്ലായിരുന്നു. ഇന്ന് തുടക്കത്തിൽ അല്പം മഴ. ഇപ്പൊ ഞാൻ പോകുന്ന എല്ലാ വേദിയിലും മഴ. അപ്പൊ ചോദിക്ക്, ഈ പ്രസംഗം നടക്കാതെ പോകുന്ന എന്റെ അവസ്ഥ പരിപാടിയാണ്. അപ്പൊ ഞാൻ ഇറങ്ങിയ ഉടനെ പറഞ്ഞു, ഞാൻ റഹ്മത്ത് കൊണ്ടാ വന്നിരിക്കുന്നത്, മഴ. എങ്കിലും അൽഹംദുലില്ലാ തടസ്സങ്ങളൊന്നും ഇല്ലാതെ. നമ്മൾ കാലാവസ്ഥയെ കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മൾ ചിലരും പറയും, വല്ലാത്ത മഴ, നശിച്ച മഴ, മുടിഞ്ഞ മഴ എന്നൊക്കെ പറയും. അങ്ങനെ പറയരുത്. അള്ളാഹ് പറയുന്നു, വാനദ്ദഹർ, ഞാനാണ് കാലം, ഞാനാണ് കാലത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ചീത്ത പറയാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മൾ ഉമ്മയുടെ, കേട്ടോളി, ശ്രദ്ധിച്ച് കേൾക്കി, ഖുർആന്റെ ചില ആയത്തുകൾ മാത്രം പറയാൻ. ഉമ്മയുടെ ആഗ്രഹം എന്താണോ അതിന് നമ്മൾ കൂടെ നിൽക്കുക. ഉമ്മയുടെ ആഗ്രഹം എന്താണ്? രസകരമായൊരു കാര്യം പറയട്ടെ. ഏറ്റവും രസകരമായത്, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഹസനുൽ ബസരി എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അറിവിൽ ശിശുവായ, ഇവിടെ പ്രസംഗം നടത്തിയതിൽ ഏറ്റവും അറിവിൽ പിന്നിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറെങ്കിലും ഹസൻ ബസരി തങ്ങളെ പറ്റി പറയാ എനിക്കറിയാം. അപ്പൊ മറ്റു പ്രഭാഷകരുടെയും ഇരിക്കുന്ന ഉസ്താദുമാരുടെയും കാര്യം പറയണോ? അത്രയും വലിയ മനുഷ്യനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. ഉമ്മയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വലിയ ഉമ്മയെ സ്നേഹിക്കുന്ന ആളല്ലേ, ഉമ്മയോട് വലിയ താല്പര്യമല്ലേ, ഉമ്മയോട് നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ, എന്നാൽ ഉമ്മയോടൊപ്പം ഇരുന്ന് ഒരുരുള ഭക്ഷണം നിങ്ങൾ കഴിക്കാത്തതെന്താ? എന്താ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞതെന്നറിയോ? രോമാഞ്ചമുണ്ടാകൂലേ സഹോദരങ്ങളെ? ഹൃദയം വല്ലാതെ പിടയ്ക്കൂലേ? മനസ്സിനകത്ത് 1000 നഷ്ടബോധം വരൂലേ? കുറ്റബോധത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ നമ്മൾ എത്തൂലേ?
ഉമ്മ മരിച്ചവരുടെ ഹൃദയം നീറൂലേ, അവരുടെ ഹൃദയം പടപടയ്ക്കൂലേ? ജീവിച്ചിരിക്കുന്ന ഉമ്മാനെ കാണാൻ മനസ്സ് കൊതിക്കൂലേ? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ ഉമ്മയോട് എനിക്ക് സ്നേഹമാ, എന്റെ ഉമ്മയോട് എനിക്ക് താല്പര്യമാ. പക്ഷെ ഒരുമിച്ചിരുന്ന് ഞാൻ എന്റെ ഉമ്മയുടെ ഓടൊപ്പം ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാത്തത് എന്തെന്നറിയോ? ഇന്നി അഖാഫു അൻ തസ്ബഖ യദീ ഇലാ ശൈഇൻ വ ഉമ്മി തതമന്നാ ഹാദാ എന്റെ ഉമ്മ ആ ഭക്ഷണ തളികയിൽ ഏതെങ്കിലും ഒരു ചെറിയ ഇറച്ചി പീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ആഹാരം ഏതെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്റെ ഉമ്മാടെ ശ്രദ്ധ അതിലേക്ക് പോയി. എന്റെ ഉമ്മ കൊതിച്ചതാ വസ്തുവാണ്. അത് ഞാനറിയാതെ ഉമ്മ എടുക്കും മുമ്പെടുത്തു തിന്നുപോയാ എന്റെ റബ്ബെന്നെ ശിക്ഷിച്ചാലോ, എന്റെ പടച്ചവൻ എന്നെ വെറുത്താലോ? എന്റെ ഉമ്മ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു കൊതിച്ച് കണ്ണുവെച്ച ഒരു സാധനത്തില് ഉമ്മ ആഗ്രഹിക്കുന്നു എന്നറിയാതെ എങ്ങാൻ എന്റെ കൈ മുൻകടന്നിട്ട് ഞാൻ എടുത്തങ്ങ് കഴിച്ചാലോ? ഉമ്മായ പട്ടിണിക്കിടുന്ന മക്കളുടെ മുന്നില്, ഉമ്മാക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത മക്കളുടെ മുന്നില്, നായക്ക് വെള്ളം കൊടുക്കുന്ന പാത്രത്തിൽ ഉമ്മാക്ക് വെള്ളം കൊടുക്കുന്ന മക്കൾക്ക് അവരുടെ മുന്നിൽ നമുക്ക് പറയാം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാത്രത്തിൽ ഇരുന്ന് ഉണ്ണാറ് വേറൊരു പാത്രത്തിൽ ഭക്ഷണം എടുത്ത് മാറിയിരുന്ന് തിന്നുന്ന ഹസൻ ബസരി എന്ന ഇമാമ് എന്ന ലോകം എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന പണ്ഡിതന്, ആ പണ്ഡിതൻ പറയുന്നു, എന്റെ ഉമ്മ കൊതിച്ച ഒരു ഭക്ഷണ പദാർത്ഥം അത് ഞാൻ എടുത്തു കഴിച്ചാൽ എന്റെ ഉമ്മാക്ക് സങ്കടമാവൂല, പക്ഷെ എന്റെ റബ്ബെന്നെ ശിക്ഷിച്ചാലോ? ഇത്രയും ഗൗരവമാണ് തലച്ചിറക്കാരാ ഉമ്മ, ഇത്രയും ഗൗരവമാണ് തലച്ചിറക്കാരാ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാരാ ഖുർആൻ അവതരിപ്പിച്ച അതേ കോലത്തിലും രൂപത്തിലും ഭാവത്തിലും ശൈലിയിലും ശബ്ദത്തിലും ശ്രുതിയിലും മധുരമനോഹരമായ ഖുർആൻ ഓതുന്ന ഏക സഹാബി ഇബ്നു മസ്ഊദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഖുർആൻ ജിബ്രീൽ എങ്ങനാണോ എനിക്ക് ഓതി തന്നത് അതുപോലെ ഓതുന്ന എന്റെ അനുചരന്മാരിൽ, എന്റെ സഖാക്കളിൽ, എന്റെ സഹാബത്തിൽ ഒരേ ഒരാൾ ഇബ്നു മസ്ഊദാണ് എന്ന് പറഞ്ഞ സഫാ മലയിൽ നിന്നിറങ്ങി വന്ന് ഒരു ചെറിയ വൈകല്യമുള്ള മുടന്തായ ചെറിയ കാലും കൊണ്ടിറങ്ങി വന്നിട്ട് മഖാം ഇബ്രാഹിമിന്റെ അടുത്ത പാറപ്പുറത്ത് കയറി നിന്ന് സൂറത്തുർ റഹ്മാൻ അത്യുച്ചത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തിൽ ഉറക്കെ വിളിച്ചോദിയ വിശുദ്ധ ഖുർആൻ ഓതിയ സഹാബിയ. ആളുകൾ വടിയും തടിയും അതുപോലെ ഈത്തപ്പന മടലും മുടിച്ചിട്ട് തല്ലിയിട്ട് ഒരാൾക്കൂട്ട കൊലപാതകത്തിന് ചരിത്രത്തിൽ ആദ്യമായി ശിലയിട്ടത് എവിടെയാ? ആ പ്രിയപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അദ്ദേഹം ഉമ്മാക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരികയാ. ഉമ്മ ചോദിച്ചു, മോനെ ഇബ്നു മസ്ഊദേ, കുറച്ച് വെള്ളം കൊണ്ടുവാ. ആ വെള്ളപാത്രവുമായിട്ട് വരുമ്പോൾ ഉമ്മ ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട് ഉമ്മ ഉറങ്ങിപ്പോയി. ആ ഉമ്മാന്റെ മുന്നിൽ വെളുക്കുന്നത് വരെ ഉറക്കമുളച്ചു നിന്ന സഹാബിയാ. ഉമ്മ ഉണരട്ടെ എന്നിട്ട് വെള്ളം കൊടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പോള കണ്ണടയ്ക്കാറ് ഒരൽപ്പം ഉറങ്ങാറ് ഉമ്മാടെ തലയുടെ ഭാഗത്ത് വെള്ളപാത്രവും പിടിച്ച് കാത്തു നിന്ന മോനേതാ? പ്രിയപ്പെട്ടവരെ, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഇതേതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഇതേതെങ്കിലും നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഇതേതെങ്കിലും ലേഖന സമാഹാരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഏതെങ്കിലും വരികളല്ല. ഇത് ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ പ്രധാനിയായ പ്രമുഖനായ സീനിയറായ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമ്മയ്ക്കും വീട്ടിലുണ്ടായ ഒരു അനുഭവത്തിന്റെ ശകലം നിങ്ങളോട് പറഞ്ഞതാ. ഇനി നിങ്ങൾക്കറിയണോ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? നമ്മളൊക്കെ സഹാബാക്കളെ പറ്റി പഠിക്കണം കേട്ടോ.
ഗൗസുൽ അഅ്ലമിനെ പറ്റി പഠിക്കണം. മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ പറ്റി പഠിക്കണം. ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി സഞ്ചരിയെ പറ്റി പഠിക്കണം. മഹാനായ അഹ്മദുൽ ബദവി, ഇബ്രാഹിം ദസൂഖി, അബുൽ ഹസൻ ഷാദുലി ഇവരെ പറ്റി ഒക്കെ നമ്മൾ പഠിക്കണം. കിട്ടുന്ന നമ്മക്ക് ആകെ അറിയാം ഒരു ജിബ്രീൽ, ഒരു മീകായിൽ, ഒരു മുൻകർ, നക്കീർ, അസ്രായിൽ, ഒരു ഇസ്രാഫീൽ, മലക്കുകളുടെ കൂട്ടത്തിൽ അറിയാം. പിന്നെ സഹാബാക്കൾ അറിയാം, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. ഇതല്ലാതെ വേറെ എന്തറിയാം നമുക്ക്? പഠിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് യഥാർത്ഥത്തിൽ അബ്ദുള്ള എന്നാണ്. ഈ പേരെങ്ങനെ വന്നെന്നറിയോ? പേരെങ്ങനെ വന്നതാ? എന്റെ ഹിന്ദു സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതിന്റെ പരിസരത്തുള്ള നല്ലവരായ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര്, സ്നേഹിതകൾ കേൾക്കുന്നെങ്കിൽ, ഈ ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അടിവരയിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് കോറിയിട്ട് നിങ്ങൾ എപ്പോഴും മസ്തിഷ്കത്തിൽ നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബാക്കളിൽ ഒരു സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ്. അബ്ദുല്ലാഹ് എന്നാണ്. ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോൾ എന്തോ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ അബ്ദുള്ള സഹാബി റളിയല്ലാഹു അൻഹു. നബി ചോദിച്ചു, എന്താണത്? അപ്പോ കയ്യിൽ ഇങ്ങനെ പുറകിലേക്ക് മാറ്റിവെച്ചു. നബിയെ കാണിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, മഹാദ അതെന്താ പറ. നബിയെ, ഒരു കൊച്ചു പൂച്ചയാണ്, ഒരു കൊച്ചു പൂച്ച. ഇത് കണ്ട നല്ല രസമുണ്ട്, അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തു വെച്ചതാ. കൊച്ചു പൂച്ചക്കുട്ടിയെ കണ്ടപ്പോ നബി തങ്ങൾക്ക് സന്തോഷമായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന അബ്ദുള്ള എന്ന സഹാബിയുടെ കയ്യിരിക്കുന്ന കൊച്ചു പൂച്ചയെ കണ്ടപ്പോ നബി തങ്ങൾ വിളിച്ചു, യാ അബാ ഹുറൈറ. ഹിറത്ത് എന്ന് പറഞ്ഞ പൂച്ച, ഹുറൈറ എന്ന് പറഞ്ഞ കൊച്ചു പൂച്ച. യാ അബാ ഹുറൈറ, കൊച്ചു പൂച്ചയുടെ വാപ്പ. അന്ന് മുതൽ അദ്ദേഹത്തിനെ വിളിക്കാൻ തുടങ്ങി അബൂ ഹുറൈറ, അബൂ ഹുറൈറ. ഇന്നും ഹദീസുകളിൽ കാണാം അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു. അതാണ് സഹജീവികളോടുള്ള സ്നേഹം. ഇസ്ലാമിന്റെ നിലപാട് അതാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാതാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, ആർക്കും ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല, ആർക്കും ഒരു വേദന ഉണ്ടാകാൻ പാടില്ല, ആരായാലും അവർക്ക് ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ നിയമം അതാണ്. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഉമ്മയുമായിട്ട് എങ്ങനെയായിരുന്നെന്ന് അറിയോ? ഉമ്മയുമായിട്ട് എങ്ങനെയായിരുന്നു? വീട്ടിലേക്ക് കയറുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സലാം പറയും ഉമ്മയ്ക്ക്. എല്ലാരും അങ്ങനെയാണ്. ഷാഫി ഇമാമിന്റെ കരൾ ഉമ്മയാണ്, ബുഖാരി ഇമാമിന്റെ കരൾ ഉമ്മയാണ്. എല്ലാ ഇമാമി ഗൗസുൽ അഅ്ലമിന്റെയോ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജൈലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ആ ഗൗസുൽ അഅ്ലമിന്റെ എല്ലാം ഉമ്മയാണ്, എല്ലാം ഉമ്മയാണ്, പ്രിയപ്പെട്ട ഉമ്മയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വളരെ സുപ്രധാനമായ ഭീമാ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭീമാ ബീവി റഹിമഹല്ലാഹ്. തൊട്ടടുത്ത് തന്റെ സീമന്ത പുത്രൻ മഹീൻ അബൂബക്കർ സിദ്ദീഖ്. അവര് സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണ്. ഉമ്മയും മകനും അതൊരു വലിയ സംഭവമാണ്. ഉമ്മയും മോനും അത് വലിയൊരു സംഭവമാണ്. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറുമ്പോ സലാം ചൊല്ലിയിട്ട് പറയും, റഹിമക്കല്ലാഹ് കമാ റബ്ബൈതനീ സഗീറാ. ഇത് പറയുമ്പോ ഉമ്മ തിരിച്ചു പറയും, വഅലൈക്കസ്സലാം റഹിമക്കല്ലാഹ് കമാ ബറത്നീ കബീറാ. എത്ര സന്തോഷം അവര് തമ്മിൽ. ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനമുണ്ടാകട്ടെ, റഹിമക്കില്ല, അല്ലാഹ് നിങ്ങളെ കരുണ ചൊരിയട്ടെ. ഉമ്മ, കമാ റബ്ബൈതനീ സഗീറാ, ചെറിയ പ്രായത്തിൽ നിങ്ങൾ എന്നെ നോക്കിയതുപോലെ നിങ്ങൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. അപ്പൊ ഉമ്മാന്റെ മറുപടി എന്താ? റഹിമക്കല്ലാഹ്, മോനെ നിനക്കും അല്ലാഹ് കരുണ ചൊരിയട്ടെ. കമാ ബറത്നീ കബീറാ, നീ വലുതായപ്പോ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം പോലെ നിനക്കും കിട്ടട്ടെ.
അങ്ങനെയായിരുന്നു. കൊടുക്കുന്നതേ കിട്ടൂ, കൊടുക്കുന്നതേ കിട്ടൂ, കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുക. സഹോദരങ്ങളെ, അതുകൊണ്ട് കടപ്പാടുകൾ തീരൂല. ചിലർ പറയും, ഉസ്താദേ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്, ഞാൻ എന്റെ വീട് വെച്ച് ഉമ്മാക്ക് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്ത് വേണം? കടപ്പാട് തീരുവോ? ഉമ്മാക്ക് മാസം 10,000 രൂപ കൊടുത്തു എന്ന് വെച്ചിട്ട് കടപ്പാട് തീരുവോ? അത് മതിയെങ്കിൽ അൽഹംദുലില്ലാ, ഉമ്മ സംതൃപ്തയാണെങ്കിൽ അൽഹംദുലില്ലാ, എന്റെ മോനല്ലേ, ഓക്കെ. പക്ഷെ അതല്ല എന്റെ ബാധ്യത തീർന്നു എന്നാരും കരുതരുത്. എന്റെ ഉമ്മാക്ക് ഞാൻ പെരുന്നാളാകുമ്പോ ഒരു ജോഡി ഡ്രസ് എടുത്തു കൊടുത്തു, ആവശ്യത്തിന് മരുന്നെടുത്തു കൊടുത്തു, കഴിക്കാൻ നല്ല ഭക്ഷണം കൊടുത്തു, കിടക്കാൻ നല്ല വിരിപ്പ് കൊടുത്തു. ഇതൊക്കെ ചെയ്തത് ഞാൻ എന്റെ കടമ നിർവഹിച്ചു എന്നാരും കരുതണ്ട. അങ്ങനെയാണ് എങ്കിൽ അബൂ ബുർദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഒരു ദിവസം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഒരാള് കഅബ തവാഫ് ചെയ്യുകയാണ്. ഈ കഥ നിങ്ങൾ കേട്ടോളി. അബൂ ബുർദ എന്ന ആ സഹാബി പറയാൻ, ഞാൻ ഇബ്നു ഉമർ തങ്ങൾ അടുത്തിരിക്കുമ്പോൾ ഒരാള് കഅബ തവാഫ് ചെയ്യുകയാണ്. കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തോളത്ത് ഉമ്മയുണ്ട്. ഉമ്മ തോളത്തിരിക്കുകയാണ്. ഉമ്മാക്ക് നടക്കാൻ കഴിയാത്തതിന്റെ പേരില് ആ ഉമ്മയെ തോളത്ത് വെച്ചിട്ട് തവാഫ് ചെയ്യുന്ന പൊന്നുമോൻ 7 തവാഫ് പൂർത്തീകരിച്ച് വരികയാണ്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് ആ മകൻ വന്നിട്ട് ഉമ്മയോ, ആ പ്രിയപ്പെട്ട ഉമ്മയെ നിലത്തിറക്കിയിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ഇബ്നു ഉമർ തങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ആ മഹാനായ അബൂ ബുർദ തങ്ങളെ നോക്കി നിൽക്കുകയാ. ആ മകൻ ചോദിക്കുന്നു, തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിറവേറ്റിയോ? അപ്പറാനി ജസൈതുഹാ, നിങ്ങൾ പറ, എന്റെ കടമ തീർന്നിട്ടുണ്ടോ? ഈ മകന് ചുമക്കുക മാത്രമല്ല, ഉമ്മയെ തോളത്ത് വെച്ചിട്ട് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ ആ മകൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇന്നീ ലഹാ ബൈറുഹൽ മുദല്ലലൂ, ഇന്നീ ലഹാ ബൈറുഹൽ മുദല്ലലൂ. എന്റെ ഉമ്മാടെ വാഹനമാണ് ഞാൻ, എന്റെ ഉമ്മാന്റെ കീഴ്പ്പെടുത്തപ്പെട്ട വാഹനമാണ്, എന്റെ ഉമ്മയുടെ നിസ്സാരനായ വാഹനമാണ്, കഴുത ഒട്ടകമാണ് ഞാന് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് വന്ന മകനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, തങ്ങളെ, അപ്പറാനി ജസൈതുഹാ, എന്റെ ബാധ്യത എന്തെങ്കിലും തീർന്നിട്ടുണ്ടോ? ആ സമയത്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വലാ ബിസഫറത്തിൻ വാഹിദ, തീർന്നിട്ടില്ല. നീ ഇപ്പൊ ചെയ്ത ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ഏത്? നിന്റെ തലയിൽ വെച്ച് തോളത്ത് വെച്ചിട്ട് തവാഫ് ചെയ്ത് ഉമ്മയെ നടത്തിക്കാറ് കഅബാലയെ തവാഫ് ചെയ്യിപ്പിച്ചിട്ട് നീ കൊണ്ടിരുത്തിയല്ലോ. എന്നിട്ട് നീ ഉമ്മയ്ക്ക് വാഹനമാണെന്ന് വിളിച്ചു പറഞ്ഞല്ലോ. നീ കാണിച്ച പ്രവൃത്തി ഉണ്ടല്ലോ മോനെ, വലാ ബിസഫറത്തിൻ വാഹിദ, നിന്റെ ഉമ്മ നിന്നെ ഗർഭിണിയായിരുന്നപ്പോൾ അവര് വിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ, ഒരു നെടുവീർപ്പുണ്ടല്ലോ, ഒരു ശ്വാസമുണ്ടല്ലോ, അതിന് പോലും പകരമായിട്ടില്ല, അതിന് പോലും പകരമായിട്ടില്ല. തോളത്ത് വെച്ചിട്ട് തവാഫ് ചെയ്ത് ഉമ്മാടെ വാഹനമാണ് ഞാനെന്ന് പറഞ്ഞിട്ട് മോൻ ഇങ്ങനെ കൊണ്ട് കറങ്ങി. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പള്ളിക്കകത്തിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, തറാനി ജസൈതുഹാ, എന്റെ കണ്ടോ, തങ്ങളെ ഞാൻ ചെയ്ത കണ്ടോ? അപ്പൊ എന്റെ ഉമ്മാടെ കടമ നിർവഹിച്ചില്ലേ? അവൻ പറഞ്ഞു, ഇല്ല മോനെ, ആ ഉമ്മ നിന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് ആ ഉമ്മ വിട്ട ഒരു ശ്വാസം ഉണ്ടല്ലോ. എന്ത് ശ്വാസം? നെടുവീർപ്പിന്റെ. അവർ എഴുന്നേക്കുമ്പോഴും, ഗർഭിണികൾ എഴുന്നേക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അവർക്ക് സാധാരണ നിലയിൽ പറ്റില്ലല്ലോ. അവരിങ്ങനെ എഴുന്നേക്കുമ്പോഴൊക്കെ അവർ വിടുന്ന ഒരു ശ്വാസം ഉണ്ടല്ലോ, ആ ഒരു ശ്വാസത്തിന് പകരമായിട്ടില്ല ഇത്. നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മളിപ്പോ മനസ്സിലാക്കിയില്ലേ? നമ്മുടെ ഉമ്മ പനി വന്നാൽ ആവി പിടിക്കും, ജലദോഷം വന്നാൽ ആവി പിടിക്കും, ശബ്ദം വേദന വന്ന ചുമ വന്നാൽ ചുക്ക് കാപ്പി കുടിക്കും. എന്താ കാര്യം? ഹോസ്പിറ്റലിൽ പോയാൽ
മെഡിസിൻ തന്നാൽ അത് ഞാൻ കഴിച്ചാൽ എന്റെ കുഞ്ഞിന് വൈകല്യം വല്ലതും വന്നു പോകുമോ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം സംഭവിച്ചു പോകുമോ പേടിച്ചിട്ട് ചുക്ക് കാപ്പിയിട്ട് കുടിച്ചും മാവി പിടിച്ചിട്ടും മക്കളെ വളർത്തി വലുതാക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ മുന്നില്, പിച്ച വയ്ക്കാൻ പഠിപ്പിച്ച ഉമ്മയുടെ മുന്നില്, അക്ഷരാഭ്യാസത്തിന്റെ ആദ്യ അക്ഷരം കുറിച്ചു തന്ന ഉമ്മയുടെ മുന്നില്, ഉമ്മയുടെ അടിവയറ്റിൽ മൂച്ചിട്ട കാലുകൊണ്ട് ഷൂവിട്ട കാലുകൊണ്ടും അക്ഷരക്കൂട്ടങ്ങൾ നിന്റെ പേരിന്റെ അകമ്പടി സേവിക്കുന്ന ബിരുദക്കൂട്ടങ്ങൾ വന്നപ്പോൾ നീ MBBS-ഉം LLB-യും MBA-യുമായപ്പോൾ, നീ MA-യും BA-യുമായപ്പോൾ, നീ വലിയ വലിയ ഉന്നതമായ ഭൗതികമായ എല്ലാ മേഖലകളും കീഴടക്കാൻ തുടങ്ങിയപ്പോൾ, നിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ആളുകളുടെ മുന്നിൽ മുറുക്കി തുപ്പുന്ന നിന്റെ ഉമ്മ നിനക്ക് കൊള്ളാതെയായി, കാണാൻ കോലം കെട്ട ഉമ്മ നിനക്ക് കൊള്ളാതെയായി. കോളേജിൽ വിളിച്ചു പറഞ്ഞു, നാളെ എല്ലാരും അമ്മമാരെ കൊണ്ടുവരണം. സുന്ദരിയായ വെളുത്ത പെണ്ണ് അവളുടെ അമ്മയെ കൊണ്ടുവരാതെ ക്ലാസ്സിൽ കയറാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോ അമ്മയെ കൊണ്ടുവന്നു. മലയാളികൾ അഭിമാനത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുമ്പോ ഈ കേരളത്തിലെ, ഈ സാക്ഷര കേരളത്തിലെ ഒരു ക്യാമ്പസിന്റെ അകത്ത് ഓഫീസ് റൂമിലേക്ക് കടന്നു വന്ന ആ പ്രിയപ്പെട്ട അമ്മ എന്ന കറുത്ത വർഗക്കാരി, വെളുത്തു വെള്ളാരങ്കല്ല് പോലിരിക്കുന്ന സുന്ദരിയായ പെണ്ണിന്റെ കൂട്ടുകാരികൾ ചോദിച്ചത്, അതാണോ നിന്റെ അമ്മ? അവള് പറഞ്ഞു, ഇല്ല, എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് വേലക്കാരിയെ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന്. വേലക്കാരിയാണ്, തൊടുപ്പിലെ വേലക്കാരിയെ ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് സാക്ഷര കേരളത്തിലാണ് എങ്കിൽ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് എങ്കിൽ, സ്വന്തം ഉമ്മയെ പഠിക്കുന്ന കലാലയങ്ങളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഉദ്യോഗം ചെയ്യുന്ന സ്ഥാപനങ്ങളിലും പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും കടന്നു വന്നാൽ അവരുടെ അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ദേഷ്യമാണ് എങ്കിൽ, അമർഷമാണ് എങ്കിൽ, നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, നിന്റെ അച്ഛൻ, നിന്റെ അമ്മ നിന്നെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ കോലം കിട്ടിയത്. ഈ കോലം ഇങ്ങനെ ആയത് നിന്നെ വളർത്താൻ വേണ്ടിയിട്ടാണ്. വാപ്പാന്റെ കബറിൽ വെള്ളിയാഴ്ചയെങ്കിലും എല്ലാ റമദാനെത്തുമ്പോഴും പള്ളി കമ്മിറ്റി എന്താ ചെയ്യുന്നത്? ആളെ വിളിക്കുന്നു, കൊട്ടേഷൻ കൊടുക്കുന്നു. എന്ത് കൊട്ടേഷൻ? പള്ളി പുരയിടം വൃത്തിയാക്കുന്നതിന് ആരാ തയ്യാറ്? എത്ര രൂപ കൊട്ടേഷൻ കൊടുക്കാൻ? അപ്പോ ഏറ്റവും വില കുറഞ്ഞ ആരാണോ പറയുന്നത് അവരെ കെട്ടിക്കെട്ട് കാട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വിനീതമായ ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. വെള്ളിയാഴ്ചയെങ്കിലും തലച്ചിറ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വാപ്പയുടെയും ഉമ്മയുടെയും ഖബറില് വെള്ളിയാഴ്ച ജുമാ ദിവസത്തിൽ ജുമയ്ക്ക് മുമ്പ് കുളിച്ചൊരുങ്ങി തപ്പറ പൂശിയിട്ട് ജുമാ നിസ്കാരമാകുന്ന പാവപ്പെട്ടവന്റെ പെരുന്നാളാഘോഷത്തിന് പള്ളിയിൽ വരുമ്പോ ആ ഖബർസ്ഥാനിൽ ചെന്നിട്ട് എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്, അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞിട്ടൊരു ഫാത്തിഹ ഓതിയിട്ട് ഇതെന്റെ ഉമ്മയുടെ വാപ്പയുടെ ഖബറിൽ ഇനി കൊടുക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യുന്ന മക്കൾ എല്ലാവരും വാപ്പയെയും ഉമ്മയെയും കാണാൻ ആഴ്ചയിൽ ഒരു വട്ടം ഖബർസ്ഥാനിൽ വന്നാൽ പിന്നെ കൊട്ടേഷൻ കൊടുത്തിട്ട് കാട് വൃത്തിയാക്കേണ്ട ഗതികേടുണ്ടാവുമോ പള്ളി കമ്മിറ്റിക്ക്? ഇല്ല. എല്ലാരും നടന്നും പോയും സിയാറത്ത് ചെയ്തും പള്ളിക്കാട് എത്ര മനോഹരമാകുന്നു. ഇന്നെന്തുകൊണ്ടാണ് വാപ്പയുടെ ഖബററിയാത്ത മക്കൾ? എന്നും പറയാണ്, അറിയണമെങ്കിൽ ഒന്നുകിൽ കുഴി വെട്ടുന്നവനോട് ചോദിക്കണം, ഇല്ലെങ്കിൽ തൽക്കിനോദിയ മോദി മാമാട്ട ചോദിക്കണം, ഇല്ലെങ്കിൽ അന്ന് ദുആരെന്ന ഉസ്താദിനോട് ചോദിക്കണം ഖബർ ഏതാണ്. മക്കൾക്കറിയില്ല. എല്ലാ മക്കളുടെ അവസ്ഥയുമല്ല പറയുന്നത്, ചില മക്കളുടെ കാര്യമായി പറയുന്നത്. അതുകൊണ്ട് കടമകൾ ഒന്നും തീരില്ല പ്രിയപ്പെട്ടവരെ.